ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കക്കാറച്ചി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കക്കാറച്ചിക്ക് ചേർക്കാൻ പറ്റിയ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടാം. തേങ്ങാക്കൊത്ത് കുറച്ച്, ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത് കുറച്ച്, പച്ചമുളക് കുറച്ചരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമുക്കിനി കക്കാറച്ചി തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ചു, നമ്മളൊരു പാൻ വെച്ചു. പാനിൽ ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ചേരുവകൾ ചേർക്കാം. കടുകിടുകയാണ്. കടുക് പൊട്ടിത്തെറിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ കൊടുക്കുക. തേങ്ങ ചുവക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്ത് മൂക്കുന്നതിനിടയിൽ നമുക്ക് നമ്മുടെ കക്കാറച്ചി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി കക്ക നല്ലതായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂക്കുന്നതിനായിട്ട് കുറച്ച് ഉപ്പിട്ടാൽ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും കൂടി ഇടാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അല്പം പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേരുവകളും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കക്കാറച്ചി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.